ഹേ ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അതേപോലെ തന്നെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആമാൻ്റെ വീട്ടിൽ പോയപ്പോഴുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ എണീച്ച പാടും പിന്നെ ബെഡൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പിരിച്ച് ബ്ലാങ്കറ്റൊക്കെ മടക്കി വെക്കലാണ് ഫസ്റ്റ് ചെയ്തത്. രാത്രി നല്ലപോലെ ലേറ്റായിട്ട് കിടന്നതുകൊണ്ട് രാവിലെ ഒരു അത്ര ഉന്മേഷമൊന്നും ഉണ്ടായിട്ടില്ല. എണീക്കുമ്പോൾ തന്നെ ഉറക്കൊന്നും ലെവലാവാത്തതുകൊണ്ട് പിന്നെ മോനൊക്കെ എടുത്ത് പിന്നെ താഴോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഫൈസൽ ഖാൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവും കൂടി കാണിക്കാമെന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ ബാൽക്കണി വ്യൂ ഒക്കെ കണ്ട് പിന്നെ താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും എണീച്ചിട്ടുണ്ട്. നമ്മളൊന്നിച്ച് ഉപ്പയും ഉമ്മയും പിന്നെ അമ്മായിയും അമ്മായിൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായതാണ്, തലേന്ന് ദിവസം വന്നിട്ടുണ്ടായതാണ്. അപ്പോൾ നിൽക്കേണ്ട പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് വന്ന് കണ്ട് അങ്ങനെ ഒന്ന് ഈവനിങ്ങോ അല്ലെങ്കിൽ നൈറ്റിൽ വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നെ ഇവിടെ എത്തി എല്ലാവരും അങ്ങ് നല്ല രസമല്ലേ ഫാമിലീൻ്റെ ഒന്നിച്ചൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ പിന്നെ അങ്ങ് നിന്നു. അങ്ങനെ നമ്മൾ താഴോട്ടേക്ക് പോവേന്ന്. താഴോട്ട് പോകുമ്പോൾ തന്നെ കുട്ടികളുടെ സൗണ്ടും ടി വിയും തത്തയും ഒക്കെ ആയിട്ട് ഭയങ്കര കലവില സൗണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു തത്തയുണ്ട്, തത്തൻ്റെ പേര് കുക്കു. കുക്കു തത്ത ആമാൻ്റെ ഭയങ്കര കൂട്ടാണ്. ആമൻ്റെ മേത്തിരിക്കലും ആമ ഫുഡ് കൊടുക്കലും ഒന്നും പറയണ്ട, ഇവർ രണ്ടാളും ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം മോനിക്ക് തത്തനൊക്കെ കാണിച്ചു. നമ്മൾ കാക്ക കോഴി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അടുത്തുനിന്ന് കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത് അടുത്തുനിന്ന് തന്നെ മോനിക്ക് ഫുൾ കാണിച്ചു കൊടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് വന്നു. അപ്പോൾ രാവിലത്തെ ചായക്ക് ഉണ്ടായിട്ടുണ്ടായത് പഴംപൊരിച്ചയാണ്, പഴംപൊരിച്ചയും ചായയും. പിന്നെ സൈഡിൽ ഫസൽ ഖാൻ്റെ ഉമ്മ കറിക്ക് വേണ്ട പ്രിപ്പറേഷൻസും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഉള്ളി മുറിക്കുക, തക്കാളി, ഉള്ളി വെളുത്തുള്ളി അതൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ ആമ പത്തിരി ചുടുന്നുണ്ടായിരുന്നു. നല്ല അരിപ്പത്തിരിയാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ എണീച്ച് താഴോട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഉമ്മയും ഉപ്പയും മാമയും ഒക്കെ ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഫൈസൽക്കും പിന്നെ അതിന് ശേഷം നമ്മൾ രണ്ടുപേരും ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് ചോറ് പറഞ്ഞിരുന്നു എല്ലാവരും എത്തിയിട്ട്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാമ പറഞ്ഞു നമുക്കൊന്ന് ടൗൺ വരെ പോയി വരാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ടൗൺ വരെ ഒന്ന് പോയി. കുട്ടികളെയും കൂട്ടി പിന്നെ നമ്മൾ മൂന്നാളുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്കും കൂടി നമ്മളെ നാടും സ്ഥലവും ഒക്കെ കാണിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോസും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിന്, അതേപോലെ തന്നെ നല്ല പൊരിയുന്ന വെയിലും ഉണ്ടായത്. അപ്പോൾ വെയിലത്ത് പോയിട്ട് പിന്നെ വീട്ടിൽ കയറുമ്പോൾ ആകെ ക്ഷീണിച്ചൊരു വകയായിട്ടുണ്ടായിന്. പിന്നെയെന്ന് പറയാൻ നമ്മൾ ഫസ്റ്റാണ് ഈ വൈറസൊക്കെ വന്ന ടൈം ഭയങ്കര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, നമ്മൾ വേറൊരാളോട് സംസാരിക്കാണ്ട് നിൽക്കുക, എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് നമ്മളിപ്പോൾ ഞാനൊക്കെ കണ്ടുവരുന്നത് ഡിസ്റ്റൻസ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. പിന്നെയെന്ന് പറയുന്നത് ആളുകളൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ഒക്കെ. പിന്നെ നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങ് പോയി. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളതൊന്നും കാര്യമാക്കാണ്ട് നമ്മൾ പഴയ നോർമൽ ലൈഫിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. അപ്പോൾ മെയിനായിട്ട് ഇന്ന് സൂപ്പർ മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ടായത് പുഡിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ ആമ നമ്മളൊക്കെ കണ്ടതുകൊണ്ട് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പർപ്പസിലാണ്
സൂപ്പർ മാർക്കറ്റിൽ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം വേയിലല്ല, അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ട്, അതായത് മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള പുഡിങ്, പക്ഷേ സെയിം മെത്തേഡിൽ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പുഡിങ്ങിൻ്റെ സാധനവും പിന്നെ അതൊക്കെ വാങ്ങിച്ചു, ബില്ലൊക്കെ ചെയ്ത് പിന്നെ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് പിന്നെ മീൻ നോക്കാനാണ്, വാങ്ങിക്കാനല്ല ആക്ച്വലി. പിന്നെ അമ്മ പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അവിടുത്തെ മാർക്കറ്റിലോട്ടാണ് കയറിയിട്ടുണ്ടായത് മീനൊക്കെ നോക്കാൻ. പിന്നെ കുറച്ച് വീഡിയോസ് കൊടുത്തു. അപ്പോൾ അതിൽ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഇവിടെ വാ, ഇവിടെ വില കുറവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ മീനൊക്കെ നോക്കി. പിന്നെ നമ്മൾ ചിക്കനും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ മീൻ നോക്കി ചിക്കൻ വാങ്ങിക്കാനും കൂടി പോയി. അങ്ങനെ ചിക്കൻ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ കയറി. അതിനുശേഷം പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ കുറച്ചായിട്ട് ഒരു പച്ചക്കറി തോട്ടം തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു അത് വെച്ചതും. പിന്നെ നമുക്ക് പൊതുവേ ഇങ്ങനത്തെ വെജിറ്റബിൾസ് ആയാലും പിന്നെ ഫ്ലവേഴ്സ് ആയാലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്, വേറൊരു ഫീലാണ് കാണുമ്പോൾ. അതുപോലെ തന്നെയാണ് ഇതും ഉണ്ടായത്. ഒരുപാട് പച്ചക്കറികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതായത് തക്കാളി, കുരുമുളക്, അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള സ്ഥലത്ത് തന്നെ ആമ ഒരുവിധം പറ്റാവുന്ന രീതിയിൽ തന്നെ എല്ലാം നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. ആമ തന്നെയാണ് സ്പെഷ്യലായിട്ട്, ആമ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ തന്നെ എന്തെങ്കിലും ഒന്ന് നട്ട് വളർത്തി പിന്നെ അതിൽ നിന്ന് പറിച്ച് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. ഇത് കണ്ടപ്പോൾ ഫൈസൽക്ക് ഉണ്ട് പറയുന്നത് നമുക്കും ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. പിന്നെ ഒന്നാമത് നമ്മൾ ഈ ഭാഗത്തൊക്കെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയെന്ന്. ഇങ്ങനെ എന്ത് ചെയ്യണം, ഇപ്പോൾ തുടങ്ങണമല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചാൽ പിന്നെ ചെയ്യലുണ്ടാവില്ല. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പൈനാപ്പിൾ മുണ്ടച്ചക്ക എന്ന് പറയും, ഓരോ സ്ഥലത്ത് കൈതച്ചക്ക, നമ്മുടെ ഭാഗത്തൊക്കെ മുണ്ടച്ചക്ക എന്ന് പറയുന്ന ആ ഒരു സാധനമാണ്. പിന്നെ കറിവേപ്പില, പിന്നെ എന്ന് പറയുമ്പം പാഷൻ ഫ്രൂട്ട്, പിന്നെ കറ്റാർ വാഴ, അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നട്ട് വളർത്തിയിട്ടുള്ളത് കിച്ചൻ്റെ ആ ഒരു ബാക്ക് സൈഡിലായിട്ടാണ്. പിന്നെ ഭയങ്കര കോമഡി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ, കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു സംഭവമുണ്ട് ആമ ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ ആൾ വീടിൻ്റെ മുമ്പിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പുല്ല്, അതായത് ഗ്രാസ് ഗാർഡൻ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ മാക്ക് കൃഷി തലക്ക് പിടിച്ചു തരും. ആ പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞ്, അതായത് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് ആമ വെട്ടിക്കളഞ്ഞ് പിന്നെ ഇവിടെ കൃഷിയാക്കി മാറ്റി. ഫ്രണ്ടിൽ തന്നെ കപ്പയും പിന്നെന്താ പപ്പായൻ്റെതും അതൊക്കെ വെച്ച് ആളൊരുവിധം അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഒരു സൈഡും ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാസ് വെച്ചിട്ട്. ഡെക്കറേഷനല്ല, ഒരു അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു, പറയാനറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെയും മാമ ചെറുതായിട്ട് റോസൊക്കെ നല്ലപോലെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെടികളാണ്, കുറച്ച് ചെടികളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്നത് ഈത്തപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ. അത് വെറുതെ വെച്ചിട്ടുള്ളതാണ്, ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളതാണ് ഈത്തപ്പഴത്തിൻ്റെ മരം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോയി, അതായത് ചോറും സാമ്പാർ കറിയും വെണ്ടക്ക വറവും ഒക്കെ ആയിട്ട് ഒരു നല്ല അടിപൊളി ലഞ്ച് കഴിച്ചു. അങ്ങനെ ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ ഫാമിലി, അതായത് ആമ, ഉപ്പ, ഉമ്മ എല്ലാവരും ഒത്തിയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കൃഷിൻ്റെ ഒരു ചെറിയതായിട്ടൊരു പ്രാന്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിത്തൊക്കെ വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ ഏതോ ഒരു ആ ഒരു വിത്തൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോകാന്നുള്ള രീതിയിൽ നമ്മൾ എടുപിടിയിൽ തന്നെ വേഗം ഫ്രഷൊക്കെ ആയി വേഗം പോയതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പം തന്നെ ആമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമുക്ക്
കിട്ടുള്ളൂ. എന്നിരുന്നാലും സാരമില്ല, പിന്നെ പോയി നോക്കാം, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിട്ടുണ്ടായതാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴൊക്കെ തന്നെ പിന്നെ അവർ ഒരുവിധം എല്ലാതും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറയുന്നത് അവർ വിത്തൊക്കെ കൊടുക്കുന്നത് അവിടുത്തെ സ്റ്റാഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നടന്നിട്ടില്ല. എന്നിരുന്നാലും കുറച്ച് സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചെടികൾ. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം വില കമ്പയർ ചെയ്യുമ്പോൾ, അതായത് അതിൻ്റെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈവറ്റിൽ പോയിട്ട് വാങ്ങിക്കുന്നതിലും കുറച്ചുകൂടെ റീസണബിൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കലായിരിക്കും. നല്ല റേറ്റിന് കുറവുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ പോകുമ്പം സ്റ്റാഫൊക്കെ പോയി, പിന്നെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ചെറിയ സീനായിപ്പോയി. അങ്ങനെയാണ് കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ പോയ ടൈം ശരിയില്ലാത്തത് കൊണ്ടോ അല്ല നമ്മൾ ശരിയില്ലാത്തത് കൊണ്ടോ എന്താണെന്നറിയില്ല, നമ്മൾ പോയപ്പം ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. അതായത് നമ്മളിപ്പം മാങ്ങൻ്റെ തന്നെ പലതരം ടൈപ്പ്, പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ ഡീറ്റെയിലായിട്ട് എനിക്ക് ഓരോ മരത്തിൻ്റെതൊന്നും അറിയില്ല കേട്ടോ, ചെടീൻ്റെതൊന്നും. പിന്നെ നമുക്കൊരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുക. അപ്പോൾ ഇവിടെ സ്റ്റാഫൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും മനസ്സിലാവാനോ അങ്ങനെയൊന്നും പറ്റിച്ചില്ല. എന്നാലും തട്ടിമുട്ടി വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് മുഖത്ത് കുറച്ച് ചിരിയും പ്രകാശവും വന്നത് ഈ ഒരു സാധനം കണ്ടപ്പോഴാണ്. ഇതിൻ്റെ മുനി നല്ല ടേസ്റ്റ് ഉണ്ടായിന്, ഇളനീർ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് 125 രൂപ അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ ഇത് ഭയങ്കര വേർത്തിയാണ്. അതേപോലെ തന്നെ കുടിച്ചാൽ നമുക്ക് മതിയാവില്ല. നമ്മൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന പോലെയല്ല, നല്ലോണം പൾപ്പൊക്കെ ഇട്ട് നല്ല അപാര ടേസ്റ്റായിരുന്നു സാധനത്തിന്. അപ്പോൾ അതും വാങ്ങിച്ച് കുടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് അമ്മാൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയിട്ടുണ്ടായത്. പിന്നെ അവിടെ എത്തി ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മുടെ സ്വന്തം നാടായ എട്ടിക്കുളത്തേക്ക് പോയിട്ടുണ്ടായത്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്, ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. അതായത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം, അതായത് ഞാൻ ഈ വീഡിയോ എടുത്ത അന്ന് തന്നെയാണ് കേട്ടോ വോയിസും കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ആണ്, കുഞ്ഞു ഡേ ആണ്. ആ ഒരു ദിവസം നടന്ന കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയാം. പിന്നെയെന്ന് പറയാൻ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.